നമ്മളിന്ന് നോക്കുന്നത് പ്രിഫിക്സ് കോഡിനെ കുറിച്ചാണ്. പ്രിഫിക്സ് കോഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ലെന്ത് കോഡാണ്. എന്താണ് ഈ വേരിയബിൾ ലെന്ത് കോഡ്? എന്താണ് ഫിക്സഡ് കോഡ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 8 ക്യാരക്ടർ വരെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 3 ബിറ്റ് മതി. 4 ക്യാരക്ടർ വരെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 2 ബിറ്റ് മതി. ഉദാഹരണത്തിന് ABCD റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി 00, 01, 10, 11. കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 000, 001, 010 ഈ രീതിയിൽ 3 ബിറ്റുള്ള ഫിക്സഡ് ലെന്ത് കോഡ് വയ്ക്കാം, അല്ലെങ്കിൽ 2 ബിറ്റുള്ള ഫിക്സഡ് ലെന്ത് കോഡ് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ 11 കഴിഞ്ഞാൽ, അതായത് 11 എന്നല്ല ഇടുന്നത്, 011 എന്നാണ് ഇടുന്നത്. അപ്പോൾ 3 ബിറ്റുള്ള കോഡിലാണെങ്കിൽ 11 വരെ 011 എന്നിടും. ഫോർ എക്സാമ്പിൾ 000, 001, 010. ബിയുടെ ബിറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ഡിയുടെ ബിറ്റിൻ്റെ എണ്ണം 2 ആണ്. ഈ രീതിയിൽ ഡിഫറെൻ്റ് ലെന്തുള്ള കോഡാണ് വേരിയബിൾ ലെന്ത് കോഡ്. പിന്നെ പറയുന്നത് എന്താണ്? ഈസ് എ വേരിയബിൾ ലെന്ത് കോഡ് ഇൻ വിച്ച് നോ കോഡ് വേർഡ് ഈസ് എ പ്രിഫിക്സ് ഓഫ് അനദർ വൺ. മറ്റൊന്നിൻ്റെ പ്രിഫിക്സ് ആയിരിക്കില്ല. പ്രിഫിക്സ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയോ. ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ആണ്. 100. അപ്പോൾ അതിൽ 100 ഒരു പ്രിഫിക്സ് എന്താണ്? 10. ഈ 10 എന്ന് പറയുന്നത് എക്കും സിക്കും ഡിക്കോ ഒന്നും കാണില്ല. ബിക്ക് 100 ആണെങ്കിൽ എക്കോ സിക്കോ ഡിക്കോ ഈ 10 എന്ന് പറയുന്നത് കാണില്ല. അതേപോലെ തന്നെ ഡിയുടെ വാല്യൂ നോക്കി 11 ആണ്. അപ്പം ഡിയുടെ വാല്യൂ 11 ആണെങ്കിൽ അതിൻ്റെ പ്രിഫിക്സ് വാല്യൂ എന്താണ്? 1. ഈ 1 എന്ന് പറയുന്നത് അങ്ങ് അറ്റത്തുള്ള ബിറ്റ് ഒഴികെയുള്ള ബിറ്റുകളുടെ കോമ്പിനേഷനാണ് ഈ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ 1 എന്ന് പറയുന്നത് വേറൊരിടത്തും കാണില്ല. കണ്ട, എയുടെ വാല്യൂ 0 ആണ്, അല്ലാതെ 1 ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 100, സിയുടെ വാല്യൂ 101, ഡിയുടെ വാല്യൂ 11. ഇവിടെ ബിയുടെ വാല്യൂ 100 ആണ്. എക്സാമ്പിൾ എയുടെ വാല്യൂ 10 ആണെന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും പോകുന്നത്? എയുടെ വാല്യൂ 10. അപ്പോൾ അവിടെ റൂട്ടിൽ നിന്ന് 1ൻ്റെ അവിടേക്ക് എത്തി, 0യുടെ അവിടേക്ക് എത്തി. 0യുടെ അവിടെ എത്തുമ്പോഴത്തേക്കും ആ 23 എന്ന് പറയുന്നത്, അതായത് ഫ്രീക്വൻസിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല, ഫ്രീക്വൻസിയുടെ ഡീറ്റെയിൽസാണ് ഈ കാണിച്ചേക്കുന്നത്. അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്തേരെ. ആ 23 എന്നൊക്കെയുള്ളത് ഇഗ്നോർ ചെയ്തേരെ. ആ 23 എന്ന് പറയുന്ന സ്ഥലത്താണ് എ വരുന്നത് അല്ലേ. ഞാനിപ്പം എയുടെ വാല്യൂ 10 എന്ന് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മൾ ബി എഴുതുമ്പോഴത്തേക്കും 100 ആണ്. അപ്പോൾ 10 ആകുമ്പം തന്നെ അത് റെപ്രസെൻ്റ് ചെയ്യും, എ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. കൺഫ്യൂഷൻ വരും. കാരണം 10 എന്ന് പറയുന്നത് എ ആണല്ലോ. അപ്പോൾ അവിടെ വെച്ച് അംബിഗ്യൂസ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ പ്രിഫിക്സ് കോഡ്, അതായത് പ്രിഫിക്സ് കോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് പ്രിഫിക്സ് ഫ്രീ കോഡ്. അതായത് പ്രിഫിക്സിനെ ഫ്രീ ആക്കി വയ്ക്കുന്ന ഈ കോഡ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഹഫ്മാൻ എൻകോഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് മറ്റൊരു പ്രിഫിക്സ് കോഡാണ്. നമുക്കിനി ഹഫ്മാൻ കോഡിങ്ങിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.